കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയുന്ന ഒരു ജുറാസിക് പാർക്ക് ശരിക്കും അതുപോലെ തന്നെ ഫുൾ മൗണ്ടൻസ്, ഫോറസ്റ്റ്, ഡൈനോസേഴ്സ്, സ്മോക്ക്, ഒരു ഏൻഷ്യൻ വാലിയിലേക്ക് പോകുന്ന പോലത്തെ ഫീലിംഗ് ആണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഏത് ദിവസമാണെന്ന് പോലും ഓർമ്മയില്ല, പക്ഷേ ഐ തിങ്ക് സോ ഇറ്റ് ഇസ് ഡേ 4. ആൻഡ് ഇന്ന് നമ്മൾ ഈ ട്രിപ്പ് നമ്മൾ ഇത്രയും ലോങ് ഡ്യൂറേഷൻ വെക്കാനുള്ള കാര്യം തന്നെ ഇവിടം വരെ ഇത്രയും പൈസ കൊടുത്ത് വരുമ്പോൾ നമുക്ക് കുറേ ജസ്റ്റ് ഈ മാർക്കറ്റ്സും ബിസിനസ്സും കണ്ട് പോകാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ ഇവിടെ വന്ന് നമ്മളൊന്ന് കൺട്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. സോ ഇന്ന് നമ്മൾ ചൈനയിൽ തന്നെ ഭയങ്കര പോപ്പുലറാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജസും വാട്ടർഫാൾസും അങ്ങനത്തെ സീനിക് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ. സോ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയിൽ 1 hour ട്രാവൽ ചെയ്ത് 1 hour 10 minutes ട്രാവൽ ചെയ്തായിരിക്കും പോകുന്നത്. ഞാൻ ഇത് കണ്ട തൊപ്പി, ഈ തൊപ്പിയുടെ അർത്ഥം എന്താണെന്നറിയോ? OHFൻ്റെ ട്രാവൽ വിത്ത് OHF ആണ്. പക്ഷേ ഇത് കാണുന്നത്, ഇവിടെ കാണുന്നത് കണ്ട, ഇത് ആക്ച്വലി ഗുഡ് ഫോർച്യൂൺ, ബ്ലെസ്സിങ്ങിനുള്ള ഒരു ചൈനീസ് സിമ്പിളാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ട്രാവൽസും അതൊരു വിത്ത് സ്മൈലും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ള ചെയ്തതാണ്. സോ ട്രാവൽ വിത്ത് OHFൻ്റെ തൊപ്പിയാണിത്. പക്ഷേ ഇപ്പം 4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ വെറുതെ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാര്യമില്ല. നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു, എല്ലാം ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് ഇനി നമ്മൾ മെയിലും വരുന്നുണ്ട്, ജൂണിൽ വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ തൊപ്പിയൊക്കെ വെച്ച് തന്നെ നമുക്ക് അടിച്ചു പൊളിക്കണേ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഗുലോങ് ഗോർജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട്. നമ്മുടെ ഹോട്ടലാണ്. ഇവിടെ ലോണ്ടറി വരുന്ന വണ്ടി കണ്ട, ഇത് ചൈന പോസ്റ്റ് ആണ്. ഒരു ഓട്ടോയും അല്ല, ആ സമയത്ത് സ്കൂട്ടറും അല്ല, അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് രാവിലെ ഇവിടെ പോസ്റ്റും പാർസൽസും ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഏരിയയുടെ ഗുണം എന്താ അറിയോ, ഇവിടുന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ നടന്ന മെട്രോ സ്റ്റേഷനുണ്ട്. നമ്മൾ പോകുന്ന എല്ലാ മാർക്കറ്റ്സും നമുക്ക് ടാക്സിയിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും ഒരു 20 മിനിറ്റ്സിലെത്താം. സൈഡിൽ കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ട്, ക്ലീൻ സ്ട്രീറ്റ്സ് ആണ്, ആ ഓവർ ക്രൗഡഡ് അല്ല. ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണമെങ്കിലോ നടക്കണമെങ്കിലോ റിവർ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നല്ല ഒത്തൻറ്റിക് ചൈനീസ് ആൻറ്റിമാരുടെ കുറച്ച് ഈ ബൺസും കോണും അങ്ങനത്തെയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇൻ ബർഗർ, ചൈനയുടെ ഒരു ലോക്കൽ ചെയിനാണ്, അതിവിടെ തൊട്ടടുത്തുണ്ട്. കോഫി ഷോപ്സ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ നമ്മൾ ഈ ഒരു ഏരിയ, ഇത് ആക്ച്വലി ഭയങ്കര പ്രൈം ഏരിയ ആണ്. പക്ഷേ ഒരു 500 മീറ്റർ മാറിയിട്ടാണേ ഉള്ളൂ. സോ ദാറ്റ് നമുക്ക് ആ ഒരു എക്സ്ട്രീം ക്രൗഡോ തിരക്കോ ഒന്നും ഇവിടെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത്. കാരണം ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ, പക്ഷേ നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഷാജി അജിത്തേട്ടനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഇതിൽ നമ്മൾ നേരെ 1 മണിക്കൂർ യാത്ര ചെയ്ത് പോകും. ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ചെറിയ മറ്റേ ഇന്നോവ പോലത്തെ വണ്ടിയൊന്നും വേണ്ട, അതൊന്നും ലോങ് ഡിസ്റ്റൻസ് നമുക്ക് പറ്റില്ല എന്ന്. 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ചൈനയല്ലേ, നമുക്കിതൊക്കെ നടക്കുമല്ലോ. ഒരു അടിപൊളി വണ്ടിയിലാണ് നമ്മുടെ യാത്ര. വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ റോഡ് ട്രിപ്പിൻ്റെ ഗുണം എന്താ അറിയോ, ഭയങ്കര സീനിക് ആയിരിക്കും. എസ്പെഷ്യലി ഇങ്ങനെ മൗണ്ടൻ ഏരിയസിൽ കൂടി ആണെങ്കിൽ ഇതുപോലെ ടണൽസും കാണും, കാടുകൾ കാണും. പക്ഷെ എല്ലാം ഒരു 4 ലൈനോ 6 ലൈൻ റോഡ്സും ആയിരിക്കും. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ചൈനയിലെ റോഡ് ട്രിപ്പ്. ഗായ്സ്, അങ്ങനെ വെൽക്കം ടു ഗുലോങ്. ഐ തിങ്സ് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഓർക്കും. കാരണം ലോകത്ത് വേറെ എവിടെയും കിട്ടാത്ത എക്സ്പീരിയൻസ് ആണ് ഇന്ന് അവർക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഭാഗ്യത്തിന് വലിയ റഷുള്ള ടൈമല്ല, ഞാൻ വീക്ക് ഡേ ആണ്, അതുകൊണ്ട് വലിയ റഷില്ല, പബ്ലിക് ഹോളിഡേയ്സ് ഒന്നും ഇല്ല. എനിക്കത് പ്രോപ്പറായിട്ട് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് നമുക്ക് 5 ടിക്കറ്റ്സ് നമ്മളിതുപോലെ വാങ്ങി. ടിക്കറ്റ്സ് ആക്ച്വലി ഇത് ക്രെഡിറ്റ് കാർഡ് പോലെ കേട്ടോ ഇവിടെ. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭാഗ്യത്തിന് ഇവിടെ ഫുഡൊന്നും കിട്ടില്ലെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ടീമിനായിട്ട് നമുക്ക് പോവാം. ഹോപ്പ് ദേ ഓൾവേസ് റിമെമ്പർ ദിസ് ഡേ. കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയുന്ന ഒരു ജുറാസിക് പാർക്ക് ശരിക്കും അതുപോലെ തന്നെ ഫുൾ മൗണ്ടൻസ്, ഫോറസ്റ്റ്, ഡൈനോസേഴ്സ്, സ്മോക്ക്, ഒരു ഏൻഷ്യൻ വാലിയിലേക്ക് പോകുന്ന പോലത്തെ ഫീലിംഗ് ആണ്. അത് ആനിമട്രോണിക്സ് ഉള്ള ഇതാണ്, ഡൈനോസേഴ്സ് ആണ്. ക്വൈറ്റ് നൈസ്, നല്ല സ്റ്റാർട്ട്. അതിലൊരു മെയിൻ ലോബി ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ്സും വാഷ്റൂംസും ലോക്കേഴ്സും എല്ലാം ഉണ്ട്. ചൈനീസ് ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി മുകളിലാണ്. they have done this place so beautifully also. റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഇതുപോലെ സ്നാക്സിനും എല്ലാത്തിനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് സൗകര്യം എന്നറിയോ, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ടൂറിസ്റ്റ് പ്ലേസ് ശരിക്കും എൻജോയ് ചെയ്യുന്ന യൂറോപ്പോ തായ്ലാൻഡ് ഒന്നുമല്ല, ചൈനയിൽ വന്നാലാണ് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസസ് ഏറ്റവും കംഫർട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്.
ആക്ച്വലി റിലാക്സിങ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൈറ്റ് സീയിങ് ഡേ ആണ്. പക്ഷേ ഫിസിക്കലി കുറച്ച് നടക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും കാണാനും പറ്റുള്ളൂ. സോ മാക്സിമം കുറച്ച് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ബേസിക് ഒരു എല്ലാ ദിവസവും ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ നടന്ന് ശീലിക്കുക. എല്ലാവരും കയറുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നാണ് നമ്മുടെ ഒരു ഡൗട്ട് കേട്ടാ. എന്ത് ചേട്ടനൊക്കെ ഓടിച്ചാടിക്കറോ, പുതിയ ഷൂസ് വാങ്ങിയില്ല അതിനു വേണ്ടി, അതുകൊണ്ട് ഞാൻ എന്തായാലും പറക്കും. ഇവിടുത്തെ ഒരു മെയിൻ സിമ്പിളാണ് കേട്ടോ ചൈനീസ് ഡ്രാഗൺ. ഗുഡ് ലക്കിൻ്റെ ഒരു മെയിൻ സിമ്പിളാണ് ആക്ച്വലി ഡ്രാഗൺ. നമ്മളെ വണ്ടി കൊണ്ടുപോയി ശരിക്കും ഒരു കാടിന് നടുക്കാണ് വിടുന്നത്. പക്ഷെ ഇവിടെ വരെ അവരെന്ത് ബ്യൂട്ടിഫുള്ളായി ഡെക്കറേറ്റ് ചെയ്ത് നോക്ക്. ഇവിടെയും ഡൈനോസർ, അവർക്കൊരു ജുറാസിക് പാർക്കിൻ്റെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനാണെന്ന് അവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ ആക്ച്വലി നമുക്ക് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. സോ സ്റ്റെപ്സ് കയറാൻ റെഡി ആയിട്ട് തന്നെ വന്നോ. കുറച്ച് സ്റ്റെപ്സ് എങ്കിലും കയറാൻ കാണും. ഭയങ്കര കിലോമീറ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സ്റ്റെപ്സൊക്കെ കയറാൻ കാണും. അതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ഡൈനോസേഴ്സ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് പുകയല്ല കേട്ടോ, വെള്ളം ചീത്ത സ്പ്രിങ്ക്ലേഴ്സ് വെച്ച്. സോ ആക്ച്വലി ഒരു കൂൾ ഫീലിങ്ങും ആണ്. ആ സമയത്ത് ഒരു മിസ്റ്റീരിയസ് ഫീലിങ്ങും വരുന്നുണ്ട്. അടിപൊളി. നമുക്ക് ഫുൾ ജംഗിളാണ്. നേച്ചർ ലവേഴ്സിൻ്റെ പാരഡൈസ് ആട്ടോ ഇത്. നോക്കിക്കത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ബ്രിഡ്ജസും കണക്ഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡൈനോസർ തീംഡിൽ അവർ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ജംഗിൾ വാക്കൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോകുമ്പോൾ നല്ല ഒരു ഫീലിംഗ് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്ന് ഞാൻ പ്രിയനോട് പ്രിയ മേളിൽ നോക്കുമ്പോഴാണ് ആദ്യത്തെ വ്യൂ പോയിന്റ് തന്നെ ഒരു വാട്ടർഫോളാണ്. ഭയങ്കര വലിയ വാട്ടർഫോളൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഭംഗിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിംഗ് ആണ്. ഈ ഒരു സെറ്റിങ്ങിൽ ഇതൊന്ന് കാണുന്നതാണ് അടിപൊളി. ഇതുണ്ടല്ലോ കുറച്ച് നാച്ചുറലും ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യലാണ്. മുകളിലത്തെ കുറച്ച് പാറയും ഓബിയസ്ലി ഡൈനോസറൊക്കെ ആർട്ടിഫിഷ്യലാണല്ലോ. പക്ഷേ പൂളും അതുപോലെ തന്നെ ഈ ഒഴുകിപ്പോകുന്ന ഗോർജൊക്കെ ആക്ച്വലി ഒറിജിനലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഇനിയും കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കയറി ആ മേള് വരെ പോകാനുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ നടക്കുള്ളൂ, ഈ ഒരു ദിവസത്തേക്ക്. ബിക്കോസ് കുറച്ചധികം നടക്കേണ്ട. പക്ഷെ നമുക്ക് ഇരുന്നിരുന്ന് പോകാം, വെപ്രാളൊന്നുമില്ല. യു ആർ നോ വൺ ഇസ് എ ഹറി. ബട്ട് ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഭയങ്കര പൊക്കമില്ല, ഓൾമോസ്റ്റ് നടന്ന് കയറുന്ന പോലെ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ നോക്കി ഇത് എൽഡർലി ഫ്രണ്ട്ലി കുറച്ച് നടക്കാൻ പറ്റുന്നതാണോ. പക്ഷെ ഉള്ളിൽ നമ്മുടെ ഈ ഗോങ്ജോന്റെ അടുത്ത് ഏറ്റവും സൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സൈറ്റ് സീയിങ് സ്ഥലം ഇത് തന്നെയാണ്. കാരണം സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ വളരെ അടുപ്പിച്ചാണുള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഫ്ലവർ വർക്ക്സും മോസും ആ വാട്ടർഫോളൊക്കെ കഴിയുമ്പോൾ ഓരോ ഫെയറി ടെയിൽ പോലെയാണ്. ഇത് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ എവിടെ നിന്ന് വന്നാലും ചൈന എക്സ്പ്ലോർ ചെയ്യാത്തവർക്ക് ഇതൊക്കെ ഒരു സംഭവം തന്നെയായിരിക്കും. ഇതൊരു ഫോട്ടോ സ്പോട്ടും കൂടിയാണ്. എന്ത് ഭംഗിയാണ് നോക്കുന്നത്. ഓരോ കാര്യവും അടിപൊളിയാട്ടോ. ഞാൻ ഇത് കാണിച്ചു പോകുന്നത് ഞാനും ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മൗണ്ടൻ പ്രോപ്പർ ഒരു ജുറാസിക് വേൾഡ് പോലെ നല്ല വെതറും അതുപോലെ തന്നെ ജസ്റ്റ് ബ്യൂട്ടിഫുൾ സൈലൻസും അതുപോലെ വെള്ളത്തിൻ്റെ സൗണ്ടും. ഇത് ശരിക്കും ജുറാസിക് പാർക്ക് മീറ്റ്സ് ഒരു ഫെയറി ടെയിൽ. അതുപോലത്തെ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റിംഗ് അവിടെ മൊത്തം വരുന്നത്. ഇത് രസം. അതിന് കംപ്ലീറ്റ് വേ ഇതുപോലെ വെള്ളച്ചാട്ടമുണ്ട് കംപ്ലീറ്റ് നമ്മൾ നടക്കുന്ന ഏരിയയിൽ. അനക്കോണ്ടയുണ്ട് കണ്ട. അല്ലാതെ ഇവിടെ ഒരു ഷാർക്കിനെയും പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് വാട്ടർ ഷാർക്ക് നൈറ്റ് ഫിഷിന് പറയുന്നത്. അതും ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംബിയൻസിന് വേണ്ടിയായിരിക്കും. ഇതിനെ വെള്ളത്തിലല്ലിട്ട് ആരെങ്കിലും കൈയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ല. അതുകൊണ്ടായിരിക്കും അക്വേറിയത്തിൽ പിടിച്ചിട്ട്. നമ്മൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ അവർ ഒരു കേവ് പോലെ ചെയ്തിരിക്കുവാന്ന്. പക്ഷെ ജിത്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ആക്ച്വലി പഴയ കാലമാണല്ലോ. സോ അതില് ഇതുപോലെ ടെക്സ്ചർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഉറുമ്പും കൂടിന്റെ പോലത്തെ ഒരു ടെക്സ്ചറിൽ ചെയ്തിട്ട് ഉറുമ്പിനെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മളിപ്പോ ഒരു ഉറുമ്പും കൂടിന്റെ അകത്താണ് ഇരിക്കുന്നത്. കണ്ട നമ്മളിവിടെ അടുത്ത വ്യൂ പോയിന്റ് വന്നപ്പോഴേക്കും അവിടെ ലൈവ് ഷോ വരെ നടത്തുന്നു കൈസ് ഇവര്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ലൈവ് ഷോ നോക്ക്. ഓ അമേസിങ്. ഭയങ്കര സെറ്റപ്പ് കേട്ടാ. സോ ഹാപ്പി. ഇവിടെ എന്തായാലും നമ്മൾ വരും. എപ്പോ വന്നാലും നമ്മളിവിടെ വരും. അവർക്ക് കുറച്ച് പേടിയുണ്ട് ലേഡീസ്. പക്ഷെ നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യും. കാരണം വലിയ റിസ്ക് ഒന്നുമില്ല. താഴെ ഇതുപോലെ നെറ്റ് ഉണ്ട്. പിന്നെ ഇത്രേ ഉള്ളൂ. ചിത്തിനാണ് ബാലൻസ് ഉള്ളത്. അപ്പൊ ചിത്തിനാണ് ഇവരൊക്കെ ഗൈഡ് ചെയ്ത് എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടേ. പേടിച്ചിരിക്കാൻ പറ്റും നമുക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് ചെയ്യണേ. ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. എനിക്ക് 400 രൂപ 420 രൂപയേ ഉള്ളൂ. സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ഒക്കെ കിട്ടും. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. സോ ഞാനും എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം എടുക്കും. ഇനി നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ വരുമ്പോൾ ഇത് എടുക്കുക ഇവിടെ വന്ന്. ഫുഡ് ഇൻട്രസ്റ്റിംഗ് എന്ത് കണ്ടാലും അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ഒരു മിൽക്ക് ബ്രെഡ് പോലെ പക്ഷെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ കഴിച്ചിട്ട് ബാക്കി മുകളിൽ പോകാമെന്ന് വിചാരിച്ചു. വിശപ്പ് നമ്മുടെ ട്രിപ്പിൽ അലൗഡ് അല്ല. ഒരു മിൽക്ക് ബ്രെഡ് ഡോണട്ട് പോലെയാണ് അത്. പക്ഷെ അവർ ഡീപ്പ് ഫ്രൈ ചെയ്യും. ഭയങ്കര പോപ്പുലർ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യണമല്ലോ. സൂപ്പർ സംഭവം. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് പോലെയാണ്. പക്ഷെ ഭയങ്കര ഒരു ചൂയി ടെക്സ്ചറുണ്ട്. ആൻഡ് വെളിയിൽ ക്രിസ്പി. ലുക്ക് അറ്റ് ദ വ്യൂ. ഒരു എക്സ്പീരിയൻസ് അല്ല. പറയുന്നുണ്ടല്ലോ ഇത്രയും കയറി വരുന്നിട്ട് ഈ സാധനം കഴിക്കാൻ വേണ്ടി മാത്രം വരാം. ഞാൻ വെറുതെ പറയില്ല, അത്രയും ടേസ്റ്റിയാണ്. മിൽക്കി, ചീസി, ചൂയി, സ്വീറ്റ്, ക്രിസ്പി, ഭയങ്കര ടേസ്റ്റ് ആണ്. അയ്യോ, പ്രിയയും പ്രിൻസും രണ്ടുപേരും ഇതൊരു 2 3 വെച്ച് കഴിക്കും. വേദന ഇഷ്ടപ്പെടുമായിരുന്നു. ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വരണം. അത്ര അടിപൊളി സാധനം. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് മേളിൽ കയറാനായിട്ട് ഞങ്ങൾ ഇതും കൂടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറച്ചും കൂടെ റേറ്റ് കൂടും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നടത്തം അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ എസ്കലേറ്റർ കയറി മേളിൽ പോവാം. മലയുടെ നടുക്കാണ്. നോക്കിത് കണ്ട. അല്ലെങ്കിൽ ഇത്രയും നടക്കണ്ടേ നമ്മൾ. അതിന് പകരമാണ് ഇത് എടുത്തിരിക്കുന്നത്. സംഭവമല്ലേ, മലയുടെ നടുക്ക് എസ്കലേറ്റർ. അതുപോലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡ്രോണിൽ അവർ എടുത്തു തരും. ഇത് എക്സ്ട്രാ ആണ്. എനിക്കൊന്ന് 200 രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് ഇങ്ങനെ ഗേറ്റ് വേ ടു ഹെവൻ എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതൊക്കെ ഇവിടെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ചെറിയ പൈസയേ ഉള്ളൂ ഇതൊക്കെ. ഇതാണ് അടുത്ത മെയിൻ സംഭവം, ഗ്ലാസ് ബ്രിഡ്ജ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയതുപോലെ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഡാഡിയൊക്കെ പോയി. അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. ഇതെല്ലാം കൂടെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാവുള്ളൂ. ആൻഡ് ദെൻ പ്രോപ്പർ ഗ്ലാസ് ബ്രിഡ്ജും കിട്ടി, വാട്ടർഫാളും കിട്ടി, എല്ലാം ഉള്ള ഒരു സെറ്റപ്പ് അല്ലേ. ഇതില് ചിലവർക്കൊക്കെ പേടിയാണ് കേട്ടോ. ഇതിപ്പോ പൊട്ടും എന്നുള്ള രീതിയിൽ. ഇമാജിൻ ചിലതില് ഇങ്ങനെ ക്രാക്ക് വരും, വെറുതെ ഫേക്ക് ക്രാക്സ്. അതുകൊണ്ടാണെങ്കിൽ ഇപ്പൊ എല്ലാരും ഓടിയാനേ വേണ്ടത്. പക്ഷെ അടിപൊളിയാണ്. ജംഗിളിന്റെ നടുക്ക് നോക്ക് സെറ്റിംഗ്. ജംഗിളിന്റെ നടുക്ക് ഒന്നുമില്ലാതെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം ഉണ്ട് കേട്ടോ. അടിയിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട്. നമ്മൾ വന്ന ലേക്കും ആ റിവറൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന്. ഫ്ലവേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. ഹൈറ്റ് പേടിയാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നമ്മുടെയൊക്കെ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. അടിപൊളി സംഭവം. എന്താ ഗുണം എന്നറിയാം, നമ്മൾ ഇത്രയും എല്ലാം ലൈക്ക് തിരിച്ചു പോവോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒറ്റ റൂട്ടാണ്. സോ നമുക്ക് അധികം നടത്തമൊന്നും വരുന്നില്ല. ആൻഡ് ഇത് ഫൈനലായിട്ട് നമ്മൾ പോകുന്നത് ആ വാട്ടർഫാൾ വ്യൂ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും കൂടെയാണ്. സോ എല്ലാം നമുക്ക് നല്ല കംഫർട്ടബിളായി ചെയ്യാം. ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. സോ ടയേർഡായി എനിക്കൊന്നൊരു 3 to 4 hours ഇരുന്നിരുന്ന് പോയാൽ അത്രയും ടൈം മതി നമുക്ക് ഈ ബ്യൂട്ടിഫുൾ സ്ഥലം എൻജോയ് ആയിട്ട്. മതിയാവുന്നില്ല കണ്ട്. സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് ആട്ടാ ഒരു നമ്മളെ കാട്ടി എനർജിയില്ല. സ്റ്റെപ്സ് ഒക്കെ കയറി നോക്ക്, എല്ലാവരും 65+ ഈ ഗ്യാങ്ങിലുള്ള എല്ലാവരും. എന്നിട്ട് കണ്ട, അതാണ് ചൈനക്കാരുടെ ഗുണം. പാറപ്പണി നടക്കുവാണ്. ഈ ഡ്രോൺ എന്തിനാണെന്നറിയോ, പാറ ഇവിടുന്ന് അവരെ നിറച്ചു കൊടുക്കും. എന്നിട്ട് അത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലം കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പം ഈ ഡ്രോണല്ലേ. എന്ത് ടെക്നോളജിയാന്ന് നോക്ക്. നമ്മുടെ ശബരിമലയും വയനാടൊക്കെ ഇതിൻ്റെ ഒരു 10 ഡ്രോൺ വെച്ച് എന്ത് പെട്ടെന്ന് പണി നടക്കും. കണ്ട, കഴിഞ്ഞു. വന്ന് ലാൻഡ് ചെയ്തു, സാധനം കൊണ്ടുപോയി ലോഡ് ചെയ്തു. ഇതാണ് ചൈന. ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നറിയോ, നേരെ അടിയിൽ നോക്കുമ്പോൾ ഇതാണ് വ്യൂ. നോക്ക്, ഇതാണ് കാണുന്നത് അടിയിൽ. ഓ സംഭവമല്ലേ. ചെയ്യണമെങ്കിൽ നമുക്കിത് എക്സ്ട്രാ ആയിട്ട് ചെയ്യാവേ. ഇതൊക്കെ നമുക്ക് മറ്റേ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. പക്ഷേ ഇനി ഗുണമെന്ന് പറയുന്നത് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയാസ് ഉണ്ട്. ഈ മെയിൻ ലാസ്റ്റ് സ്ഥലത്തേക്കാണ് പോകുന്നത്, മെയിൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയ. പക്ഷേ ഭാഗ്യം നമ്മൾ വരുമ്പോൾ എപ്പോഴും ഇതുപോലെ തിരക്കില്ലാതെ കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾ ഇത്തവണ വന്നപ്പോൾ തീരെ തിരക്കില്ലായിരുന്നു. ഫൈനൽ ഇവിടുത്തെ ഗ്ലാസ് ഒബ്സർവേറ്ററി. ഇതിൻ്റെ അറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നേരെ നമുക്ക് വാട്ടർഫാൾ കാണാൻ പറ്റുമേ. നോക്കി ഒബ്സർവേറ്ററിയുടെ ഏരിയ. നേരെ നമുക്ക് വാട്ടർഫാൾ വ്യൂവിലേക്ക് കണ്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കാം. അടിപൊളി. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലുണ്ടല്ലോ വന്ന അടിയിൽ തന്നെ നോക്കണം. നമ്മൾ ഈ വ്യൂ മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. നേരെ അടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക സ്കെയില് മനസ്സിലാവുള്ളൂ. എന്താണ് ഈ ചൈനക്കാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വന്ന വഴിയൊന്നും ആലോചിച്ച് നോക്ക്. ബസ്, അതിന് എസ്കലേറ്റർ, കുറച്ച് നടന്ന് ലാസ്റ്റ് ലുക്ക്, എന്ത് രസമായിട്ടാണ്. പക്ഷെ നമുക്ക് ആ ഒരു ടയേർഡ്നെസ്സോ വേറൊരു രാജ്യമാണെങ്കിൽ ഇത്രയും കയറി വരണമെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് പാടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. തിരിച്ചിറങ്ങാൻ
ഫുൾ സ്റ്റെപ്സാണ് കേട്ടോ, പക്ഷെ ഇറങ്ങാൻ വലിയ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, സ്റ്റെപ്സ് കുറേ കാണും. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്ക് സ്റ്റെപ്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ദിവസം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവർ റിലാക്സ് ചെയ്യണം. പക്ഷേ ഐ വുഡ് റെക്കമെൻഡ് എവ്രി വൺ ഈ ഒരു ട്രിപ്പ് ട്രൈ ചെയ്യുക. ബേസിക്കായിട്ടൊന്ന് നടക്കാനൊക്കെ പറ്റുമെങ്കിൽ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിരുന്ന് ഇത് മൊത്തം എൻജോയ് ചെയ്യാം. എവ്രി വൺ വിൽ കോപ്പറേറ്റ്. ആൻഡ് നമ്മൾ ധൃതിയിലൊന്നും ആയിരിക്കില്ല ഇത് ചെയ്യുന്നത്, ഒരു ഫുൾ ഡേ ആക്ടിവിറ്റി ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ഡിന്നർ ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഫ്രഷ് ആയിട്ട് ഒരു നൂഡിൽസും വെജിറ്റബിൾസൊക്കെ എടുത്ത് നല്ല പോക്കൊക്കെ പ്ലാൻ ചെയ്ത് നല്ല കിടിലൻ നൂഡിൽസ് സൂപ്പാണ് ഇവിടുത്തെ ഇന്നത്തെ ലഞ്ച്. എൻ്റെ കൂടെ പോർക്ക് വിടും അവർ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചു, നൂഡിൽസും ബർഗേഴ്സും പല സാധനങ്ങളാണ് കഴിച്ചത്. നല്ല ഫുഡാണ് ഇവിടുത്തെ, ആ ഒരു ഒത്തൻറ്റിക് ചൈനീസ് ഫുഡാണ്, ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഫുഡേ അല്ല. സോ ഇനി നേരെ റൂമിലേക്ക്. ഇനി വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല, എല്ലാവരും ഒന്ന് പോയി റിലാക്സ് ചെയ്യട്ടെ. നാളെ പേഴ്സണൽ ഷോപ്പിംഗ് ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, സോ അങ്ങനെ നമ്മുടെ സൈറ്റ് സീയിങ് ഡേ അവസാനിച്ചു. ഇന്ന് വന്നിട്ട് എല്ലാവരും ടയേർഡായിരുന്നു. ദേ ഓൾ സ്ലെപ്റ്റ് ഓഫ്. എനിക്ക് നമ്മുടെ ഷാറ്റേട്ടന് അച്ഛനായിട്ടൊന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയി. അതിന് എനിക്ക് 2 സാധനങ്ങൾ ഞാൻ ആഗ്രഹിച്ച് വന്നതാണ് ചൈനയിലേക്ക്. സോ ഭാഗ്യത്തിന് അത് 2 സാധനവും എനിക്ക് ഡിസ്കൗണ്ടിലും കിട്ടി. ഭയങ്കര ആഗ്രഹിച്ച് വന്നതാണ്, കാരണം അത് ചൈനയിലേ കിട്ടുള്ളൂ. നമ്മൾ അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും കിട്ടില്ല. ഒന്ന് എല്ലാവർക്കും അറിയാം, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയെങ്കിൽ പോലും എനിക്ക് ആഗ്രഹമായിരുന്നു. സോ ഒന്ന് നമ്മുടെ ഈ ചൈനീസ് ജാക്കറ്റ്, അഡിഡാസിൻ്റെ ചൈനയിൽ മാത്രം കിട്ടുന്ന ഒരു എഡീഷനാണ്. എനിക്ക് ഈ കളറ് അല്ലായിരുന്നു വേണ്ടത്, പക്ഷെ ഭാഗ്യത്തിൻ്റെ ഒരെണ്ണം കിട്ടി. ആൻഡ് വേറെ നമ്മുടെ ന്യൂ ബാലൻസിൻ്റെ ഒരു സംഭവമുണ്ട്. ഇത് എനിക്കൊന്ന് വേറെ സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷെ കിട്ടാൻ കുറച്ച് പാടാണ്. സോ ഇത് കണ്ട, ഇതൊരു ഷൂ ലോഫർ മോഡൽ, അല്ലെങ്കിൽ ഒരു ഫോർമൽ ഷൂ മാതിരി ഉള്ള ഒരു സ്നീക്കേഴ്സാണ്. 1908 L എന്നങ്ങാണ്ട് പറഞ്ഞൊരു മോഡൽ. L എന്ന് പറഞ്ഞാൽ ലോഫേഴ്സ് ആണ്. സോ ഇതൊരു സ്റ്റൈലിഷ് ഷൂ ആണ്. അതാ ഇതും വേണമെന്ന് വിചാരിച്ച് ഇതും കിട്ടി. സോ 2 സാധനവും കിട്ടി. ആൻഡ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിനി എന്തായാലും ചൈനയിൽ വരുമ്പോൾ, നിങ്ങൾ വീഡിയോ കണ്ടോന്നല്ല കേട്ടോ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ഹൈക്കും ട്രെക്കും ഇറ്റ് വാസ് അമേസിങ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് വെരി ഹാർഡ്. പക്ഷേ എന്നാലും കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറേണ്ടി വരും. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. ആൻഡ് ഇന്ന് നമ്മുടെ ഇവിടെ വന്ന എല്ലാവർക്കും ഇതൊരു നല്ല മെമ്മറി ആവുമെന്ന് വിചാരിക്കുന്നു. സോ എനിക്കൊന്ന് നാളെ എല്ലാവരുടെ സ്ഥിതി നോക്കണം, എന്നിട്ട് വേണം നാളത്തെ ബാക്കി പ്ലാൻ ചെയ്യാൻ. എനിക്ക് 2-3 പ്ലാൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മുടെ ഇവിടെ ചൈന വരാൻ താല്പര്യമുള്ളവർ പ്ലീസ് ഡു കോൺടാക്ട് ദിസ് നമ്പർ. ആൻഡ് എല്ലാ ക്ലാരിഫിക്കേഷൻസും എല്ലാം പ്രിൻസ് തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ളോഗ്. അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.